വേണ്ട, കവർ ഇടണ്ട, ഇപ്പൊ കഴിക്കാനാ. വെള്ളം അവിടെ ഉണ്ട്. ഇല്ല സർ, ആ കുട്ടിയുടെ അമ്മ എപ്പോഴും അൺകോൺഷ്യസ് ആണ്. What do you think? Is there a case in hand? യാ, ഐ സ്മെൽ സംതിങ് ഫിഷി. പക്ഷെ കുറച്ചുകൂടി ക്ലാരിറ്റി കിട്ടാനുണ്ട്. Do one thing. Call Dr. Faris. Let him have a look. അദ്ദേഹത്തിന്റെ ഒബ്സർവേഷൻ അനുസരിച്ച് നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് പ്ലാൻ ചെയ്യാം. ഓക്കെ സർ. Do you want me to call him? നോ സർ, ഞാൻ വിളിച്ചോളാം. പിന്നെ മീഡിയ അറിഞ്ഞ കേസ് പൊളിയും. So you need to conclude it soon. ഐ അണ്ടർസ്റ്റാൻഡ് സർ. Okay? ഓക്കെ സർ. ആ ശരത്, പോലീസ് സർജൻ ഇല്ലേ ഡോക്ടർ ഫാരിസ്, ഒന്നിങ്ങോട്ട് വരാൻ പറയണം. ആൻഡ് ടെൽ ഹിം ഇറ്റ്സ് അർജന്റ്. നമ്പർ ഇല്ലേ? ഞാൻ കളക്ട് ചെയ്യാം. ഒരു കാരണവശാലും മീഡിയ ഈ സംഭവം അറിയരുത്. ഹോസ്പിറ്റൽ അതോറിറ്റീസിന് സ്ട്രിക്റ്റ് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കണം. അത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് മാഡം. പിന്നെ ചൈൽഡ് ലൈനിൽ അറിയിക്കണ്ടേ? വരട്ടെ, ആദ്യം ഡോക്ടർ ഫാരിസിന്റെ ഫൈൻഡിങ്സ് എന്താ നോക്കാം. മിസ്റ്റർ പ്രതാപ്, ദിസ് ഇസ് ACP ലത സിദ്ധാർത്ഥ്. ഐ നീഡ് എ ഹെൽപ്പ് ഫ്രം യു. ഓഫീസിലുണ്ടോ? ഓക്കെ, ഗുഡ്. മൈ ടീം വിൽ ബി ദേർ സൂൺ. ഇന്ന് നൈറ്റ് പെട്രോളിംഗിന് ആരാളുണ്ട്? SI ഷിൻഡോ ഉണ്ട് മാഡം. യെസ് മാം. സൗത്തിൽ പെട്രോളിംഗ് ആണല്ലോ മാഡം. ഓക്കെ മാം, ഇപ്പം തന്നെ പോ. വാട്സപ്പിൽ അയച്ചാൽ മതി. അന്വേഷിക്കാം മാം. ഓക്കെ മാഡം, ഫാരിസ് സാറിനെ വിളിച്ചായിരുന്നു. സാർ 1/2 മണിക്കൂറിലെത്തും. ഓക്കെ, ഗുഡ്. ആളിവിടെ എത്തുന്നതിന് മുമ്പ് ഹോസ്പിറ്റൽ ഫോർമാലിറ്റീസ് എല്ലാം തീർക്കണം. ഓക്കെ മാഡം, ഞാൻ കുമാർ സാറുമായിട്ട് സംസാരിക്കാം. ഓക്കെ. മാഡം, എനിക്ക് മനസ്സിലാവാത്തത് ഇതൊരു ചൈൽഡ് അബ്യൂസ് കേസാണെന്നുള്ളത് സോണി സിസ്റ്ററിന് അറിയാമായിരുന്നു. പക്ഷേ അവര് നമ്മളോടത് പറഞ്ഞില്ല. സാറേ, നമ്മുടെ സ്റ്റേഷനിൽ വിളിച്ചത് അവർ തന്നെ ആയിരിക്കും. അതുറപ്പല്ലേ? അവര് എന്തൊക്കെയോ മറച്ചു വയ്ക്കുന്നുണ്ട്. നമുക്കൊന്ന് അവരെ നന്നായിട്ട് കുടഞ്ഞാലോ? സോണി എന്തിനാ ഞങ്ങളോട് കള്ളം പറഞ്ഞത്? നിങ്ങളല്ലേ സ്റ്റേഷനിലേക്ക് വിളിച്ചേ? ആ മൊബൈൽ ഫോൺ തരൂ. പാറ്റേൺ. ഇനി പറ, എന്തിനാ ഞങ്ങളോട് കള്ളം പറഞ്ഞത്? മാഡം, പേഷ്യൻറ്റിൻ്റെ ദേഹത്തുണ്ടായിരുന്ന പാടുകൾ കണ്ടിട്ട് എനിക്കത് ചൈൽഡ് അബ്യൂസായിട്ട് തോന്നി. അതാ പോലീസിൽ വിളിച്ചത്. പക്ഷേ പിന്നെ അശോക് ഡോക്ടറോടും ഗൗതം ഡോക്ടറോടും സംസാരിച്ചപ്പോൾ എനിക്ക് പറ്റിയ തെറ്റാന്ന് മനസ്സിലായി. ഇതെന്താ ഞങ്ങളോട് മുമ്പ് പറയാതിരുന്നേ? അത് ആ സമയത്ത് നിങ്ങൾ കുമാർ സാറിൻ്റെ കൂടെ ആയതുകൊണ്ട്. ഈ കേസ് കവർ ചെയ്യാൻ സോണിക്ക് അവരെ എത്ര ഓഫർ ചെയ്തു? അയ്യോ മാഡം, അങ്ങനെയൊന്നുമില്ല. എനിക്കൊരു സംശയം തോന്നി, ഞാൻ പോലീസിൽ വിളിച്ചു, അത്രേ ഉള്ളൂ. പ്ലീസ് ബിലീവ് മീ. സോണിക്ക് കള്ളം പറയാൻ തീരെ അറിയില്ലല്ലേ? സാർ, ഞാൻ ഡോക്ടർ ഗൗതമിന്റെ പഞ്ചിങ് ഡീറ്റെയിൽസ് നോക്കുമായിരുന്നു. ഡോക്ടർ വീട്ടിലേക്ക് പോയത് എപ്പോഴാ? 5:30. അപ്പൊ അയാൾ തന്ന മൊഴിയുമായിട്ട് അത് മാച്ചിങ് ആണ് അല്ലേ? അതെ സാർ, പക്ഷെ ഒരു പ്രശ്നമുണ്ട്. ഇന്ന് ഉച്ചയ്ക്ക് ഒരു 2 മണിക്കൂർ, അതായത് 2:30 തൊട്ട് 4:30 വരെ അയാൾ ഹോസ്പിറ്റലിന് പുറത്തു പോയിട്ട് വന്നിട്ടുണ്ട്. അത് കുഴപ്പമില്ല. സംഭവം നടന്നത് 6 മണിക്ക് ശേഷമായിരിക്കാനാണ് സാധ്യത. എന്തായാലും ഒരു കാര്യം ചെയ്യും, അയാളുടെ ഒരാഴ്ചത്തെ ഡീറ്റെയിൽസ് ഒന്ന് എടുത്തു വെച്ചേക്ക്. ഓക്കെ സാർ, ഞാൻ എടുക്കാം. ആവശ്യം വരികയാണെങ്കിൽ പിന്നെ ചെക്ക് ചെയ്യാം. അത് കഴിഞ്ഞ് താൻ ആ സോണി സിസ്റ്ററിനോട് മയത്തിലൊന്ന് സംസാരിച്ചു നോക്ക്. നല്ല ലീഡും കിട്ടിയാലോ? അതെ, സംസാരിക്കാം. ശരിയെന്നാ. ശരി, ഞാൻ വിളിക്കാം. എനിക്ക് ഡോക്ടർ ഗൗതമിന്റെ ഒരാഴ്ചത്തെ പഞ്ചിങ് ഡീറ്റെയിൽസ് വേണം.
ഡോക്ടറെ വിളിക്കണോ? See, I know it's a wrong time, but still, എനിക്ക് കവിതയോടൊന്ന് സംസാരിച്ചാൽ കൊള്ളാമെന്നുണ്ട്. അച്ചു അച്ചു മോനെ, ഇതാ അച്ചു, കണ്ണൊന്ന് തുറക്കടാ. അച്ചു, ഒന്ന് വാ. ഗൗതം, ഇവനൊന്ന് വീണു. ഹീസ് നോട്ട് റെസ്പോണ്ടിങ്. ഹോസ്പിറ്റലിലേക്ക് ഒന്ന് പെട്ടെന്ന് പ്ലീസ്. ഗൗതം വേഗം. ഗൗതമിനെ കണ്ടത് പാർക്കിംഗ് ലോട്ടിൽ വെച്ചാണോ? ഉറപ്പാണോ? അതെ. ഗൗതം പക്ഷെ പറഞ്ഞത് ചിലപ്പോൾ പുള്ളിക്കാരനെ തെറ്റിപ്പോയതാ അല്ലേ? ഗൗതം എന്താ പറഞ്ഞ? ഒന്നുമില്ല. യു ടേക്ക് റെസ്റ്റ്. മാഡം, ഈ 2 പേരിൽ ആരോ ഒരാൾ കള്ളം പറയുകയാണ്. പിന്നെ ആ ഗൗതം അത്ര ഡീസന്റ് ഒന്നുമല്ല ആള്. എന്റെ പോലീസ് ബുദ്ധി തോന്നിയതാണ്. ഈ ഗൗതത്തിനും കവിതയ്ക്കും എന്തെങ്കിലും Maybe not. But one thing is clear. Somebody is trying to protect someone. നമുക്ക് അവരുടെ ഫ്ലാറ്റിലെ CCTV ഫുട്ടേജ് ഒന്ന് ചെക്ക് ചെയ്താലോ? ചിലപ്പോൾ ഒരു ക്ലാരിറ്റി കിട്ടും. Exactly. Collect the footages first thing in the morning. പിന്നെ ആ പേരൻസിൻ്റെയും ഗൗതമിൻ്റെയും കോൾ ഡീറ്റെയിൽസ് എടുത്തോ. ഓക്കെ. ഹലോ ഹലോ ആ ഷിൻറ്റോ, 1 second. ഓക്കെ. ആ സോണിയുടെ കോൾ ഡീറ്റെയിൽസും വേണം. ഓക്കെ. ടെൽ മീ. യെസ് മാം, ഉണ്ടായിരുന്നു. ഓക്കെ ഓക്കെ ഷിൻറ്റോ, താങ്ക്സ്. ഐ തിങ്ക് വി ഗോട്ട് ഹിം. Is it? അരവിന്ദിനെ ഒന്നുകൂടി ക്വസ്റ്റ്യൻ ചെയ്യണം. ഓക്കെ. ബട്ട് ഇവിടെ വേണ്ട. പിന്നെ ആള് തീരെ കംഫർട്ടബിൾ അല്ലാത്തൊരു സ്ഥലത്ത്. ഓക്കെ മാഡം, എനിക്കൊരു 10 മിനിറ്റ് തന്നാൽ മതി. അശ്വിൻ വീണ സമയത്ത് അരവിന്ദ് ഓഫീസിലായിരുന്നു എന്നല്ലേ പറഞ്ഞേ? അതെ. അങ്ങനെയല്ലല്ലോ നിങ്ങളുടെ ഓഫീസിലെ സ്റ്റാഫ് പറഞ്ഞത്. ഇന്ന് ഉച്ച കഴിഞ്ഞ് നിങ്ങൾക്കൊരു കോൾ വന്നില്ലേ? ആ കോൾ വന്ന ഉടനെ നിങ്ങൾ ഓഫീസിൽ നിന്നിറങ്ങി. അത് മോൻ്റെ സ്കൂളിൽ നിന്ന് പ്രിൻസിപ്പൽ വിളിപ്പിച്ചതാ. വാട്ട് വാസ് ദാറ്റ് കോൾ അബൌട്ട്? ലഞ്ച് ബ്രേക്കിന് മോനൊരു കുട്ടിയായിട്ട് അടിപിടി ഉണ്ടാക്കി. അത് സംസാരിക്കാൻ വേണ്ടി വിളിപ്പിച്ചതാ. എന്നിട്ട് നിങ്ങൾ സ്കൂളിൽ പോയി. ഓക്കെ, നൗ ഐ വിൽ കണക്ട് ദ ഡോട്ട്സ് ഫോർ യു. This is not the first time we are getting complaints about Ashwin.
അന്നൊന്നും നിങ്ങളെ വിളിച്ച് പറഞ്ഞില്ലാന്നേ ഉള്ളൂ. ബട്ട് ദിസ് ടൈം ഇറ്റ്സ് ദ ലിമിറ്റ്. എൻ്റെ കൊച്ചിൻ്റെ കണ്ണിന് എന്തെങ്കിലും പറ്റി ആര് സമാധാനം പറയും? വി കനോട്ട് ടോളറേറ്റ് സച്ച് ബിഹേവിയർ. ഇങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ മകനെ വേറെ സ്കൂൾ നോക്കുന്നതായിരിക്കും നല്ലത്. ഇറ്റ്സ് എ കംപ്ലീറ്റ് ഫെയിലിയർ ഓഫ് യുവർ പാരൻറ്റിങ്.